ഹേയ് എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇവിടുത്തെ കുറച്ച് സ്ഥലങ്ങളൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ പോവുകയാണ്. യെസ്, അപ്പോൾ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന സാധനം എന്താണെന്ന് വെച്ചാൽ ഈ ഒരു കട്ടിയുള്ളൊരു ടീഷർട്ടും പിന്നെ ഒരു ജീൻസും ആണ്. ഇപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 6 മണിയാണ്. നമുക്ക് 8 മണിയാകുമ്പോൾ നമ്മുടെ സീനിയേഴ്സൊക്കെ വരും. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഈ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് വരാം. ബൈ. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ക്രീം കളർ സാധനം എന്താണെന്ന് വെച്ചാൽ തെർമൽസ് ആണ്. ഇവിടെ തണുത്ത രാജ്യത്തിൽ നമ്മുടെ ബോഡി ഹീറ്റ് പുറത്ത് പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇടുന്നൊരു സാധനമാണ്. ഒരു ലെഗിൻസ് പോലൊരു സാധനമുണ്ട്. പിന്നെ നമ്മളിന്ന് പോകുന്നത് വളരെ തണുപ്പുള്ളൊരു സ്ഥലത്താണ്. ഭയങ്കര തണുപ്പായിരിക്കും. സ്നോ ഒക്കെയുള്ള എന്തോ ഒരു മൗണ്ടൻസ് ഒക്കെയുള്ള റീജിയനിലോട്ടാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ നമ്മളോട് അവർ മുമ്പേ പറഞ്ഞിട്ടുണ്ട് ബൂട്ടൊക്കെ ഇടണം, നന്നായിട്ട് തണുപ്പുള്ള രാജ്യമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. തണുപ്പുള്ള രാജ്യമല്ല, തണുപ്പുള്ള സ്ഥലമാണെന്ന്. അപ്പോൾ എനിക്ക് ഒരു സോക്സ് ഇട്ട് പുറത്തിറങ്ങിയാൽ തന്നെ എൻ്റെ കാലിൻ്റെ കാര്യം ഒരു പരിതാപകരമായ അവസ്ഥയാണ്. അനങ്ങത്തില്ല, പിന്നെ കാല് മൊത്തം ഒരു സെറ്റായിട്ട് അങ്ങ് നിൽക്കും. അതുകൊണ്ട് ഞാൻ ഇന്ന് 2 സോക്സാണ് ഇടുന്നത്. ഒരു തിൻ ലെയർ അകത്തും ഒരു കട്ടിയുള്ള സോക്സ് പുറത്തും. പിന്നെ ഇവിടെ ഇപ്പോൾ രാത്രി 5 ഡിഗ്രീസ് ഒക്കെയാണ്. അപ്പോൾ അറിയില്ല, ഡിസംബർ ആകുമ്പോഴത്തേക്കും ഭയങ്കര തണുപ്പായിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കതിൽ സർവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ഞാനിപ്പോൾ വീട്ടിൽ നടക്കുമ്പോഴും 2-3 സോക്സൊക്കെയാണ് ഇട്ടുകൊണ്ട് നടക്കുന്നത്. നിങ്ങൾക്ക് കണ്ടറിയാം, ഞാൻ റൂമിലാണ്. എനിക്ക് സ്റ്റാൻഡൊന്നുമില്ല. ജനലിൻ്റെ സൈഡിൽ ഞാനിങ്ങനെ ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുക്കുന്നത്. പിന്നെ അത് ഞാൻ ഇനി വീട്ടിൽ പോയിട്ട് വരുമ്പോൾ വേണം എനിക്ക് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവരാൻ. അപ്പോൾ അതുവരെ നിങ്ങൾ ഇത് ഒന്ന് സഹിക്കേണ്ടതാണ്. ഞാൻ ഭയങ്കര വലിയ യൂട്യൂബറൊന്നുമല്ല. എനിക്കറിയില്ല യൂട്യൂബ് എങ്ങനെയാണ് ചെയ്യേണ്ടത്. അപ്പോൾ ആ അസൗകര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. പിന്നെ 8 മണിയായപ്പോൾ തന്നെ നമ്മുടെ സീനിയേഴ്സൊക്കെ വന്നു. ഞാൻ ഈ സംഭവങ്ങളൊക്കെ ഇട്ട് വന്നപ്പോഴത്തേക്കും തന്നെ ഏകദേശം ഒരു 7:30 ആയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് ആ വീഡിയോ ഒന്നും എടുക്കാനുള്ള ഭയങ്കര ധൃതിയിലായിരുന്നു. പിന്നെ രാവിലെ ഇവിടുത്തെ ഹീറ്റർ വർക്കാവാത്തത് കൊണ്ട് തണുത്തും മരവിച്ച വെള്ളത്തിലായിരുന്നു എൻ്റെ മുഖം കഴുകലും പല്ലിയിക്കലും ഒക്കെ. അതുകൊണ്ട് എനിക്ക് അതിനുള്ള ഒരു ഇത് കിട്ടിയിട്ടില്ല. ഐം സോറി ഗൈസ്. ഞാൻ അടുത്ത വീഡിയോയിൽ എന്തായാലും എൻ്റെ സ്കിൻ കെയറും എൻ്റെ മേക്കപ്പ് റുട്ടീനൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. എനിക്ക് മേക്കപ്പ് റുട്ടീനൊന്നും പറയാനൊന്നുമില്ല. സോ എവരിവൺ, ഹൈയുടെ മുഖം വന്നു. ഹൈ ഇച്ചിരി അങ്ങോട്ട് ഇരുന്നോട്ടോ, അത് കാണുന്നോണ്ട് കുഴപ്പമില്ലല്ലോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഫുൾ റെഡിയായി. പക്ഷെ എനിക്ക് അതൊന്നും ഇടാൻ പറ്റിയിട്ടില്ല. നമ്മുടെ സീനിയേഴ്സ് വന്നിട്ട് ഇറങ്ങെന്ന് പറഞ്ഞ് എന്നെ മാത്രം ഓഫറി ഇറങ്ങിയതാണ് എല്ലാവരും ചോദിക്കണത്. എനിക്കൊരു ഇത് തന്നിട്ടില്ല. ഞാൻ അവസാനമായിട്ട് എല്ലാം കഴിഞ്ഞൊന്ന് ബാത്റൂമിൽ പോയതായിരുന്നു. പോയി വന്നെന്നെ വിളിച്ചു. എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഇവിടുത്തെ പിള്ളേരൊക്കെ ഭയങ്കര ഭംഗിയിലാണ് ഒരുങ്ങിയിരിക്കുന്നത്. അത് കണ്ടപ്പോൾ എനിക്ക് ഡിപ്രഷനായി. ഞാൻ ഓർത്തു ഈ തണുപ്പല്ലേ എല്ലാവരും മാതിരി ഷട്ടക്കോലമായിരിക്കും. ഇവിടെ അങ്ങോട്ട് വന്നപ്പോഴത്തേക്ക് എൻ്റെ അമ്മ എന്തൊരു ഭംഗി എല്ലാവരെയും കാണാൻ. എന്നിട്ട് നമ്മളിപ്പോൾ ബസ്സിൽ കയറിയിരിക്കുകയാണ്. നമ്മുടെ സീനിയേഴ്സ് ബാക്കിലത്തെ ബസ്സിലുണ്ട്. നമ്മൾ ഇപ്പോൾ ഈ ബസ്സിലാണ്. നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അതെ, എത്തുമ്പോൾ കാണാമെന്നാണ് പറഞ്ഞത്. രാവിലെ ചായയും ഒരു ബിസ്ക്കറ്റും കഴിച്ചു. എൻ്റെ വയറിപ്പോഴും ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും തരുമെന്ന്. പക്ഷെ ഇവിടെ ഒരു ഭക്ഷണവും ഇല്ല. ഞാൻ കുറേ പൈസ എടുത്ത് നോക്കിയപ്പോൾ എല്ലാം 10,000-ൻ്റെ നോട്ട്. 10,000-ൻ്റെ 10 നോട്ടായാലും 1 ലക്ഷം. ഇവിടത്തെ ഇതാണ്. അപ്പം നിങ്ങൾ വിചാരിക്കുന്നത് ഞാൻ ഭയങ്കര റിച്ചാണ്. ഞാൻ ഭയങ്കര റിച്ചാണ്, എൻ്റെ പൈസ ഒന്നുമില്ല. പിന്നെ ഇതാണ് നമ്മുടെ ഹോസ്റ്റല്. അങ്ങനെയൊന്നും കാണിക്കാൻ പറ്റില്ല കേട്ടോ. നമ്മുടെ ഹോസ്റ്റലല്ല, ഇത് വേറെ ഒരു സ്ഥലമാണ്. ഓക്കെ, പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷം? നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. ഇപ്പം നമുക്കിനി അവിടെ എത്തിയിട്ട് ബാക്കി കാണാം. ബാക്കി അതിന് മുന്നേ വീഡിയോ എടുക്കുന്നതെന്ന് എനിക്ക് അറിയില്ല കേട്ടോ. എൻ്റെ മൂഡനുസരിച്ചിരിക്കുകയല്ല. ആക്ച്വലി എനിക്ക് എൻ്റെ സ്കിൻ കെയർ ഒക്കെ ചെയ്യണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. സ്കിൻ കെയർ നിങ്ങളെ കാണിക്കണം, പിന്നെ കോസ്റ്റ്യൂം സ്റ്റൈൽ ചെയ്യണത് കാണിക്കണം എന്നൊക്കെ എനിക്കുണ്ടായിരുന്നു. പക്ഷേ നമ്മളുടെ ഒരു റൂമിൽ എല്ലാവരും ഉറങ്ങുകയാണ്. നമ്മുടെ റൂമിൽ ആകെ 3 പേരേ വരുന്നുള്ളൂ. അപ്പോൾ ബാക്കി 5 പേര് കിടന്നുറങ്ങുന്നത് കൊണ്ട് എനിക്കങ്ങനെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. പിന്നെ അവരുടെ ഇതും കൂടെ നമ്മൾ നോക്കണമല്ലോ. അതുകൊണ്ട് അത് ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ലൈറ്റ് ഇട്ടാൽ വീഡിയോ കിട്ടില്ല. ഞാൻ രാവിലെ ഒരുപാട് ട്രൈ ചെയ്തിട്ടാണ് ആ ഉടുപ്പും പാൻറ്റും കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ അവിടെ ലൈറ്റ് ഇട്ട് അപ്പുറത്തും നോക്കി ഇപ്പുറത്തും നോക്കി അത് കുറച്ച് ട്രൈ ചെയ്തിട്ടാണ് അങ്ങനെ വന്നത്. സോ എന്താ പറയുക, നമുക്കിനി അവിടെ പോയിട്ട് കാണാം. അവിടുന്ന് സൂര്യപ്രകാശമൊക്കെ വരുമ്പോൾ ഒരു ചെറിയ ഭംഗിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ അമൃത്സറിലേക്ക് പോകുന്ന വഴികളാണിത്.
ഈ മലകൾ കണ്ടിട്ടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ വായൊക്കെ പൊളിച്ച് നിന്നത്. ആക്ച്വലി വഴി ഭയങ്കര രസമുള്ളൊരു വ്യൂ ആയിരുന്നു. നിങ്ങൾ ഇത് കണ്ടുകൊണ്ട് തന്നെയാണ് എക്സ്പീരിയൻസ് ചെയ്യേണ്ടത്. സോ ഹേ എവരിവൻ, അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷനിൽ എത്തിയിരിക്കുകയാണ്. കമ്മലൊക്കെ ഉണ്ടോ എന്തോ, എല്ലാ സാധനവും ഊരലാണ് പതിവ്, എല്ലാം കൊണ്ട് കളയും. ഞാനാണ് ഇവിടെ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ കൊണ്ട് കളയുന്നത്. എനിക്കിനി പോകാനൊന്നുമില്ല ബാക്കി. എൻ്റെ സാധനങ്ങൾ മാത്രം കട്ടടിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇത് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനിയും സമയമുണ്ട് എൻ്റെ എടുത്ത സാധനങ്ങളൊക്കെ തിരിച്ചു കൊണ്ട് ഏൽപ്പിക്കാൻ. അപ്പം നമ്മൾ ഇന്ന് നിൽക്കുന്നത് അമർസോയി എന്ന് പറയുന്നത്, എന്താ അമർസോയി എന്നാണോ പറയുന്നതെന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ. യെസ്, അമർസോയി മലകളിലാണ്, മലകളുടെ അടിവാരത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ഇവിടെ മഞ്ഞുണ്ടോ എന്ന് ചോദിച്ചാൽ മണ്ടയ്ക്ക് ഇച്ചിരി മഞ്ഞ് കാണാം, നല്ല തണുപ്പുണ്ട്, കൈയൊക്കെ ഇങ്ങനെ ബ്ലിം ആവുന്നുണ്ട്. നിങ്ങൾക്ക് ഞാനത് കാണിച്ചു തരാം. ഈ കാണുന്നതാണ് നമ്മളുടെ അമർസോയി മലകൾ. ആക്ച്വലി ഇങ്ങനെ കാണാൻ വലിയ ഭംഗിയുണ്ടെന്ന് ചോദിച്ചാൽ ഭംഗിയൊന്നും കാണുന്നില്ല. ആക്ച്വലി ഇത് നമ്മൾ വിഷ്വലായിട്ട് കാണണം. വെരി ബ്യൂട്ടിഫുൾ, വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസ് ആണ്. ആക്ച്വലി ഇതിൻ്റെ ഹൈറ്റ് ഒന്നും ഫോണിൽ കിട്ടുന്നില്ല കേട്ടോ. ഇത് ഭയങ്കര എനിക്ക് എൻ്റെ കണ്ണുകൾക്കാളും ഉയരത്തിലാണ്. ഇച്ചിരി കൂടിപ്പോയില്ലേ അത്. ആക്ച്വലി വെരി ബ്യൂട്ടിഫുൾ. നിങ്ങൾ എന്തായാലും ലൈഫിൽ ഒരിക്കലെങ്കിലും ഇതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം. ആക്ച്വലി നമ്മളിപ്പോൾ അമൃത്സറിൽ ഇവിടെ കേബിളിൻ്റെ സാധനം സോറി അതുണ്ട്, പക്ഷേ നമ്മൾ കേബിളിൽ കയറിയില്ല. കേബിളിൽ ഒരാൾക്ക് 1,10,000 കണ്ടാണ്. നമ്മൾ അത്ര അല്ല, 1 ലക്ഷം കൊടുക്കാൻ പറഞ്ഞു, അത്രയും പൈസ നമ്മളതിലില്ല. അപ്പൊ നമ്മള് അതെ, അപ്പൊ അവള് മുകളിലെത്തിയാൽ ഐസ് സ്കേറ്റ് ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ ഇവിടുന്ന് ആ ചേച്ചി എന്തായാലും കേബിൾ കാറിൽ കയറി പോയാലേ പറ്റുള്ളൂ എന്ന് പറയുന്നു. പക്ഷേ നമ്മൾ വിട്ടുകൊടുക്കില്ല, നമ്മൾ ഇന്ത്യക്കാരാണ്. നമ്മൾ നടന്നു പോവാണ്. നമ്മൾ നടന്ന് അങ്ങോട്ട് എത്താണ് കേബിൾ കാർ കാണിച്ചു തരാം കേട്ടോ. ആക്ച്വലി ഈ കാണുന്നതാണ് കേബിൾ കാറ്. ഇതിനകത്ത് കുറേ ദൂരം പോകുന്നുണ്ട്. ഇതിൻ്റെ മുകളിൽ എത്തുമ്പോഴത്തേക്കും നമുക്ക് സ്നോ ഒക്കെ കാണാൻ പറ്റും. പക്ഷെ ഞങ്ങൾ കയറിയിട്ടില്ലായിരുന്നു. ഇവിടെ ആശ്രമം പാളിപ്പോയിരിക്കുന്നു. ഇതിൻ്റെ അത്രയും ദൂരം നമുക്ക് നടന്നങ്ങോട്ട് എത്താൻ പറ്റില്ല. ഒന്നും കാണണില്ല എൻ്റെ മുഖം. നടന്നെത്താൻ പറ്റുന്നില്ല, ഭയങ്കര വെയിലാണ്. ആക്ച്വലി ഞാൻ വിചാരിച്ചത് എത്താൻ പറ്റുമെന്നാണ്, പക്ഷേ അങ്ങോട്ട് എത്താൻ പറ്റുന്നില്ല. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പ്ലാൻ മാറ്റിയാണ്. മേ ബി ഞങ്ങൾ കേബിൾ കാറിൽ പോവും, അല്ലെങ്കിൽ കുതിര, ഏതാണെന്ന് ഞങ്ങൾ ഡിസൈഡ് ചെയ്ത് നടക്കുകയാണ്. കുതിരകളുണ്ട്, പക്ഷെ കുതിര എങ്ങാനും ഇനിയിപ്പോൾ അതിനെങ്ങാനും ദേഷ്യം വന്ന് വീണ് അത് ചവിട്ടി ചളിങ്ങി മരിച്ചാലോ. അറ്റ് ലാസ്റ്റ് നമ്മൾ കുതിരപ്പുറത്ത് പോകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ദിസ് ഇസ് അവർ കുതിര. ഞാൻ പോകുന്ന കുതിരയാണിത്. കണ്ടിട്ട് വലിയ അനുസരണൊന്നും ഇല്ല കുതിരയ്ക്ക്. തമ്പ്രാനെ എവിടെയെങ്കിലൊക്കെ കൊണ്ട് തള്ളിയിടും എന്തോ അറിഞ്ഞൂടാ. ഇതാണ് വേറൊരു കുതിര. കണ്ട്, ഈ മലയാണ് നമ്മൾ കയറാൻ പോണത്. കണ്ടിട്ട് തന്നെ പേടിയാവുന്നുണ്ട്, കുതിര കൊണ്ട് തള്ളിയിട്ട്. ഇതാണ് നമ്മൾ പോകുന്ന കുതിര. ഇവര് ചിഗ്രമ തരുന്നില്ല നമുക്ക്. ഇവിടെ ഒരുപാട് കുതിരകളുണ്ട്, വലിയ മലപ്രദേശം ഉണ്ട്. അവിടോട്ടാണ് നമ്മൾ റൈഡിന് കൊണ്ടുപോകുന്നത്. തമ്പുരാണി തിരിച്ചിറങ്ങി വന്നാൽ മതിയായിരുന്നു കുതിര. ചേട്ടാ, ആരെയും പിടിക്കില്ല, വീണു. ഫ്രണ്ടിൽ കയറിയിരിക്കേ. ഈ കുതിരപ്പുറത്ത് കയറി എക്സ്പീരിയൻസ് എന്നോട് ചോദിക്കുകയാണെങ്കിൽ കൈൻഡ് ഓഫ് ഞാൻ ആ എനിക്കിങ്ങനെ തോന്നുകയാണെങ്കിൽ തമ്പുരാനി ഇതിങ്ങനെ ഓടിപ്പോയാൽ എന്ത് ചെയ്യും, ജീവനുള്ള ജീവിയാണല്ലോ എന്നൊക്കെ എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ തോന്നിയിരിക്കണം. എന്നിട്ട് ഇങ്ങനെ കയറ്റമൊക്കെ കയറുമ്പോഴത്തേക്കും വല്ലാത്തൊരു ഇളക്കവും അറിയലും ഒക്കെയാണ്. അപ്പം ഞാൻ ഇങ്ങനെ വിചാരിച്ചു തമ്പുരാനെ വീണ എനിക്ക് നല്ല പേടിയായി. എന്നിട്ട് പിന്നെ കുഴപ്പമില്ല കേട്ടോ, ഒരു നിരപ്പായ ഇതാവുമ്പോഴത്തേക്ക് നല്ലോണം നടക്കുന്നുണ്ട്, വലിയ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ചില സ്ഥലത്ത് എത്തുമ്പോഴത്തേക്കും ഒരുമാതിരി, അപ്പം എനിക്കൊരു ടെൻഷൻ. ഞാൻ പിന്നെ എല്ലാ കുതിര ദൈവങ്ങളെയും വിളിക്കും, തമ്പുരാനേ വീഴല്ലേ, വീണാ തീർന്നേ. എന്തായാലും ഞാൻ കുതിരപ്പുറത്ത് കയറുന്നതിന് മുന്നേ ഞാൻ വീട്ടിൽ വിളിച്ചു, അതുകൊണ്ട് വലിയ ടെൻഷനൊന്നും ഉണ്ടായില്ല. അപ്പോൾ നമ്മൾ അവിടുത്തെ ഇത് കഴിഞ്ഞിട്ട് മഞ്ഞുമല എക്സ്പ്ലോർ ചെയ്യാൻ വന്നിരിക്കുകയാണ്. ആക്ച്വലി ബോട്ട് ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇതുവഴി കയറുന്നത്
വലിയ പ്രയാസമൊന്നുമില്ല. നമ്മളിങ്ങനെ നിൽക്കുമ്പോൾ അങ്ങ് താഴ്ന്നു പോയിക്കോളും. ഇറ്റ്സ് വെരി ബ്യൂട്ടിഫുൾ ആക്ച്വലി. ഇത് ഫുള്ള് മഞ്ഞുമലകളാണ്. എത്രത്തോളം വീഡിയോയിൽ കിട്ടുന്നുണ്ടെന്ന് എനിക്ക് അറിയില്ല. ആക്ച്വലി വെരി നൈസ്. ഇതിനകത്ത് കയറാനും നമ്മളിങ്ങനെ ബൂട്ട് കൊണ്ട് ചവിട്ടുമ്പോൾ ഇങ്ങനെ താഴ്ന്നു പോയി. വെരി ഗുഡ്, വെരി ബ്യൂട്ടിഫുൾ. എൻ്റെ ലൈഫിൽ ഞാൻ ആദ്യമായിട്ടാണ് സ്നോ എക്സ്പ്ലോർ ചെയ്യുന്നത്. ഞാൻ സ്നോ നേരിട്ട് കണ്ടിട്ടേ ഇല്ല. ആക്ച്വലി നിങ്ങൾക്ക് ഞാൻ സ്നോ കാണിച്ചു തരാം. സ്നോ ഭയങ്കര തണുപ്പാണ് കേട്ടോ. കയ്യൊക്കെ അങ്ങ് മരവിച്ചു. പിന്നെ ഒരു 10 മിനിറ്റത്തേക്ക് നോക്കണ്ട, കൈയുടെ ആരും ചത്ത് കൈ. ഇതാണ് നമ്മൾ വന്ന മഞ്ഞുമല. എല്ലായിടത്തും മഞ്ഞുണ്ടോ ചോദിച്ചാൽ അറിയില്ല. നമ്മൾ ഇത്രയും കയറി വന്നു. നമ്മുടെ ബസ്സാണത്. മുകളിലോട്ടുണ്ട്. ആക്ച്വലി ഇവിടെ സൂര്യനും ഉണ്ട്. ഭയങ്കര തണുപ്പാണ് സ്നോയ്ക്ക്. മലയൊക്കെ കണ്ടു കഴിഞ്ഞു. സ്നോമല. നമ്മുടെ സ്നോമല കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ബസ്സിൽ വേറെ എങ്ങോട്ടോ പോകാൻ തോന്നുന്നു. പക്ഷേ ഉച്ചയ്ക്ക് 2 മണിയായിരിക്കുന്നു. വിശന്നിട്ട് കണ്ണും തലയൊക്കെ കറങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നതാണ് ഈ പാരാഗ്ലൈഡിങ്. ഇത് ആക്ച്വലി ഇത് നല്ല ആഴമുള്ള ഒരു എന്താണ്ടൊരു സാധനമാണ്. ലേക്കാണോ എന്താണെന്നൊന്നും എനിക്കറിയില്ല. ഭയങ്കര കാറ്റെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. ഞാൻ ഇങ്ങനെ വല്ലാണ്ട് പറന്നു. ഇവിടെ മലയൊക്കെ ഉണ്ട്. പിന്നെ ഇതാ കണ്ടോ, ഇത് എന്ത് സാധനമാണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇവിടെ കടലില്ലാത്തൊരു സ്ഥലമാണ്. ഈ ആൾക്കാരൊക്കെ ഒരുപാട് പേടിയാണ് കണ്ടിട്ട്. എനിക്ക് കയറണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. ഞാൻ വീട്ടിൽ ചോദിച്ചപ്പോൾ എന്നോട് പൊക്കോളാൻ പറഞ്ഞു. പക്ഷേ എനിക്കറിയില്ല, എനിക്ക് ഇത്ര ധൈര്യം ഉണ്ടെന്നൊന്നും എനിക്ക് അറിഞ്ഞോ. എനിക്ക് പേടിയാണ്. ഇതാരാ പോണെന്ന് എനിക്കറിയില്ല കേട്ടോ. ഇത് എന്തോ ഒരു ലേക്കാണെന്ന് തോന്നുന്നത്. ഐ ഹാവ് നോ ഐഡിയ. ഞങ്ങളുടെ ടീമാണ് കയറാൻ നിൽക്കുന്ന ആൾക്കാരാണ് അതൊക്കെ. ഞാനും ഫർസിയുമാണ് കയറുന്നത്. നമുക്ക് ഫർസിയോട് ചോദിക്കാം ഇങ്ങനെയുണ്ട് കയറാനുള്ള ഒരു ഇത് പറയാനില്ല. എനിക്ക് തർക്കുന്നുണ്ട്. ഞങ്ങൾ കോട്ടെടുക്കാൻ പോയിട്ട് ഫർസിട്ട് കോട്ടെടുക്കാൻ മറന്നുപോയി. നല്ല തണുപ്പാണ് ഇവിടെ. ഞാൻ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് നിൽക്കുന്നത്. നല്ല തണുപ്പാണ് കേട്ടോ, നല്ല തണുപ്പാണ്. അൺഫോർച്ചുനേറ്റ്ലി പാരാഗ്ലൈഡിങ്ങിന് കയറാൻ പറ്റില്ല. എനിക്ക് സങ്കടമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഞാൻ ആഗ്രഹിച്ചിരുന്നു. വിൻഡ് കുറവായി വൈകുന്നേരം ആയപ്പോഴത്തേക്ക്. പിന്നെ ഞാൻ വിചാരിച്ചു എനിക്കാണെങ്കിൽ ഒരു പേടിയും ഉണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഉമ്മച്ചിയും അപ്പം ഇല്ലാത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ കയറാനൊരിത്. അവർ സമ്മതിച്ചു. ബട്ട് സ്റ്റിൽ യുനോ കൈൻഡ് ഓഫ് ഒരു ഫീലിംഗ്. അപ്പോൾ പിന്നെ അവിടെ വിൻഡ് കുറവാണ്. 7.5 ലക്ഷം സോമ കൊടുക്കണം. പിന്നെ 3 മിനിറ്റേ ഉള്ളൂ. മറ്റേ ആദ്യമുള്ളവർക്ക് നല്ല സമയം ഉണ്ടായിരുന്നു. നടുക്കോട്ട് ലീക്കിൻ്റെ നടുക്കോട്ടൊക്കെ പോയിരുന്നു. പക്ഷെ നമുക്ക് വിൻഡ് ഇല്ലാത്തതുകൊണ്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് തോന്നിയതൊരു വോത്തല്ലായിരുന്നു. അതുകൊണ്ട് കയറിയില്ല. മേ ബി നെക്സ്റ്റ് ടൈം യു വിൽ ട്രൈ ദാറ്റ്. ഫുഡ് കഴിച്ചിട്ടില്ല. ഇവിടെ ഒരു കടയുണ്ട്. അപ്പം ലവാഷ്, വലിയ ലവാഷ്, ഇവിടുത്തെ ഫുഡാണത്, ലവാഷ്. അപ്പം അത് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് വെയിറ്റ് ചെയ്യാണ്. ഇവിടെ ഒരു വ്യൂ ഉണ്ട്. ഞാൻ കാണിച്ചു തരാം. ഇതാണ് വ്യൂ പോയിന്റ്. ആക്ച്വലി അത് കാണുന്നത് ലേക്കാണ്. ലേക്ക്, മൗണ്ടെയിൻസ്. സോ ഇതാണ് നമ്മുടെ ടൂർ വ്ളോഗ്. നിങ്ങൾ ഉദ്ദേശിച്ച പോലെയൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. എനിക്ക് ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ ചെയ്യണമെന്നുണ്ടായിരുന്നു. പക്ഷേ ഹോസ്റ്റലിൻ്റെ അസൗകര്യം കൊണ്ടും ഞാൻ ഉദ്ദേശിച്ച പോലൊരു വ്ളോഗാണ് എന്ന് ചോദിച്ചാൽ ആക്ച്വലി ഞാൻ ഉദ്ദേശിച്ച പോലൊരു വ്ളോഗല്ല. മേ ബി ഞാനൊരു ബിഗിനറാണ്. അപ്പോൾ എനിക്ക് നിങ്ങളെ കാണുന്ന അത്രയും വലിയ ലക്ഷക്കണക്കിന് സബ്സ്ക്രൈബേഴ്സുള്ള അത്രയൊരു മേ ബി അത്രയൊരു ഇതുണ്ടാവില്ലായിരിക്കും. ഇല്ലായിരിക്കും എന്നല്ല, ഇല്ല. മേ ബി കുറച്ച് നാൾ കഴിഞ്ഞ് കുറച്ചിതൊക്കെ ആയിരിക്കും ഡെവലപ്പ് ചെയ്യും. എനിക്ക് വലിയ അറിവില്ല ഇതിനെ പറ്റിയിട്ട്. എന്താണ് വ്ളോഗിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ടത്? ഞാൻ ബേസിക്കലി വ്ളോഗ് കാണുന്ന ഒരാളല്ല. ഞാൻ ആരുടെയും വ്ളോഗ് കാണാറില്ല. മേ ബി ഞാനിങ്ങനെ മൂവീസ് ഞാൻ ഫുഡ് കഴിക്കുമ്പോഴും ആമസോൺ പ്രൈം എടുക്കും. അതിനകത്ത് ഞാൻ സിനിമ കാണും എന്നല്ലാതെ ഞാൻ ആരുടെയും വ്ളോഗ് കാണാറില്ല. അതുകൊണ്ട് എനിക്ക് വലിയ ഐഡിയ ഇല്ല. സോ ഞാനിനി കുറച്ച് വ്ളോഗൊക്കെ കണ്ട് റെഫർ ചെയ്യുന്നുണ്ട്. എന്നിട്ട് നിങ്ങൾക്ക് എങ്ങനത്തെ വ്ളോഗാണ് വേണ്ടതെന്ന് നോക്കിയിട്ട് ഞാൻ അത് ചെയ്യുന്നതായിരിക്കും. സോ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നമ്മുടെ ടൂർ വ്ളോഗ്സ് കഴിയാണ്. ഇവിടെ നിന്ന് തന്നെയാണ്. ഇവിടെ ഇനിയൊന്നുമില്ല. ഇനി നമ്മൾ ഹോസ്റ്റലിലേക്ക് തിരിച്ചു പോകുന്നതായിരിക്കും. സോ താങ്ക് യു ഫോർ വാച്ചിങ്. സബ്സ്ക്രൈബ് ചെയ്യാത്തൊരു സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെന്താ ബെല്ലൈക്കണൊക്കെ കുത്തുക, സപ്പോർട്ട് ചെയ്യുക. എന്ത് തരത്തിലുള്ള വീഡിയോസാണ്, എന്ത് തരത്തിലുള്ള മെച്ചപ്പെടുത്തലുകളാണ് എനിക്ക് വേണ്ടത് എന്നുള്ളത് നിങ്ങൾ പറയുക. സോ ബൈ പറയും.